ഈ ബ്ലീഡ് വാൽവ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലോസ് പൊസിഷനിലായിരിക്കും. ഓക്കെ, ടൈറ്റ് പൊസിഷനിൽ ക്ലോസ് പൊസിഷനിലായിരിക്കും. റിട്രീവ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം പറയാം. ഇത് ടൈറ്റ് പൊസിഷനിലായിരിക്കും, ഇതും ടൈറ്റ് പൊസിഷനിലായിരിക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ ടൂൾ എടുത്ത് വെക്കും. अरे सीधा बिठा यार. ഇപ്പോഴും നമ്മൾ ഓപ്പറേഷന് വേണ്ടി റെഡിയായി. ടൂൾ സെറ്റ് ചെയ്തു, വാൽവ് സെറ്റ് ചെയ്തു. ഓക്കെ, ഓപ്പറേഷന് വേണ്ടി റെഡിയായി. ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിപ്പോൾ ലൈൻ എം ടി ആണ്, നിങ്ങൾക്ക് കാണാം. പ്ലാന്റിൽ ഇത് കണക്റ്റഡ് ആയിരിക്കും. ഇതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടാവും, അതിനകത്ത് പ്രഷർ ഉണ്ടാവും. പ്രഷർ കാണിക്കുക, അതിന് പറയുകയാണ്. ആ ഹോസ് കണക്ട് ചെയ്യും എവിടെ? ഇവിടെ ഈ വാൽവേൽ കണക്ട് ചെയ്യും. ഈ വാൽവ് പറ്റിയില്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യും. നമ്മൾ ഒരു ഐഡൽ മാർക്ക് വെക്കണം, ത്രെഡ് കൗണ്ട് ചെയ്യാൻ. ഇതാണ് എൻ്റെ ഐഡൽ മാർക്ക്. ഓക്കെ, ഓക്കെ. ഇതിനെ നമ്മൾ ഇതിവിടെ വരുമ്പോൾ 1 ത്രെഡ്. ഓക്കെ. 1 റെവല്യൂഷൻ ആകുമ്പോൾ ആ 1 ത്രെഡ്. അങ്ങനെ നമ്മൾ ലോക്കായി. കണ്ടോ, സോൾ പ്ലഗുമായിട്ട് ടൂള് ലോക്കായി. ഓക്കെ, പറഞ്ഞ മനസ്സിലായി? അത് നമ്മൾ കൺഫേം ചെയ്യണം. ലോക്കായി. എന്നിട്ട് നമ്മളതിനെ 3.5 കറക്കി നിർത്തി. അപ്പോൾ ഇത് ഫുൾ കണക്റ്റഡായി. ഇനി ഇത് ഇവിടെ ഒരു ഇരുന്നു. അതായത് പാലറ്റ് പ്ലഗിനകത്തൊരു റിംഗ് സ്പാനർ ഉണ്ട്, അതിനകത്ത് ആ നട്ട് വന്നങ്ങിയിരിക്കും. ഇനി നമ്മൾ 14.5 റൊട്ടേറ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിക്കാൻ വേണ്ടിയിട്ട്. 1 2 ഫോളോ. അങ്ങനെ നമ്മൾ 14.5 ത്രെഡ് കഴിയുമ്പോൾ നമുക്ക് ലൈൻ പ്രഷർ കുറവാണെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ അറിയാൻ പറ്റും. 14 കിട്ടുന്ന ഒരു സൗണ്ട് കേട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അഴിഞ്ഞു, പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് റിലീസ് ചെയ്യത്തില്ല. അത് കഴിഞ്ഞുള്ള മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യണം. കാരണം ഇതിപ്പോൾ എം ടിയാ, പ്ലഗ് അല്ല. പ്രഷർ ഇതിനകത്ത് കയറി ടൂളിനകത്ത് ഫുൾ പ്രഷറിൽ നിൽക്കുക. നമുക്ക് ഡയറക്റ്റ് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷെർന്ന് പറഞ്ഞ സൗണ്ട് വരത്തേ ഉള്ളൂ. വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യും. വാൽവ് ക്ലോസ് ചെയ്തു. അതിൻ്റെ അർത്ഥം പ്രഷർ ഇവിടെ വരെ. ഇതിനകത്തുള്ള പ്രഷറിനെ നമ്മൾ ഇവിടുന്ന് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടുന്ന് റിലീസ് ചെയ്യും. ഈ 2 പോർട്ടും നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇവിടുന്ന് നമ്മൾ പ്രഷർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂൾ എം ടി ആയി. പിന്നെ നമ്മൾ സാധനം ഇങ്ങനെ എടുക്കുക, അഴിച്ചെടുത്ത് ടൂൾ പകർത്തും. കൂപ്പൺ വന്നു. ഇങ്ങനെ നിൽക്കും കൂപ്പൺ. ഇത് പഴയത് കൂപ്പൺ. ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും.